പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അപ്പൊ അശ്വതിയുടെ വീട്ടിലോട്ട് പോവാണ്. പറയും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുള്ളവർക്ക് മനസ്സിലാവും ഈ ഫ്രണ്ടിനെ, അശ്വതി. അപ്പോൾ അശ്വതിയുടെ വീട്ടിലോട്ട് പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് അശ്വതിയുടെ വീട്ടിൽ പോകുന്നത്. അപ്പം ആ ഒരു ഡേ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് അപ്ലോഡും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാം. നമുക്കിത് നേരെ അശ്വതിയുടെ വീട്ടിലോട്ട് പോകാം. അങ്ങനെ ഞാനും അച്ഛനും കൂടെ ബസ്സിൽ കയറി. അച്ഛൻ ആക്ച്വലി വേറെ സ്ഥലത്തായിരുന്നു പോകുന്നത്. അപ്പോൾ അതുവഴി തന്നെയാണ് ഈ അശ്വതിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ജംഗ്ഷൻ. അപ്പം ഞാൻ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം എന്താണെങ്കിലും പോവല്ലേ, അപ്പോൾ ഒരുമിച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഈ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യെസ്, നമ്മുടെ ആസിഫ് അലിയുടെ അഡിയോസ് അമീഗോ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ റൗണ്ട് കറങ്ങുന്നതാണ് ചിന്നക്കട ജംഗ്ഷൻ. എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? അത് തന്നെ, നാലിച്ച് നോക്ക്. ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഒരു 7:30 ആയി കാണും. ഇപ്പം മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ എൻ്റെ സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി അച്ഛനെ ടാറ്റയൊക്കെ പറഞ്ഞു. ആക്ച്വലി അശ്വതിയുടെ വീട്ടിലോട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വഴിയൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നത്. പിന്നെ അശ്വതിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ ധന്യ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കയറി അശ്വതിക്ക് കുറച്ച് ലേസൊക്കെ വാങ്ങിച്ചു. അവൾക്ക് ഏത് കളറാണ് ഇഷ്ടമൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ 2 കളർ മിക്സ് ചെയ്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ അശ്വതിയുടെ വീട്ടിൽ പോയിട്ട് അശ്വതിയുടെ റിയാക്ഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഹലോ, ഇത് നിന്റെ വീടായിരുന്നോടാ? നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. വിശേഷം? അടിപൊളി. എന്താടി, നിനക്ക് ഇഷ്ടമാണോ കളർ? നല്ല നീല ലേസ ചുമന്ന ലേസ ഇഷ്ടം? എനിക്ക് നീലയാ ഭയങ്കര ഇഷ്ടം. അവിടെ നീല ഇല്ലായിരുന്നടി, വലിയ പാക്കറ്റ് ഇല്ലായിരുന്നു. തന്നെയായിരുന്നു നമ്മുടെ ഫേമസ് തന്നെ. പിന്നെ അതും ഞാൻ വ്ളോഗിൽ എടുത്തിട്ടുണ്ട്. എല്ലാവരോടും പറയുന്നത് എന്റെ ധന്യ കഥ. അതെ, നമ്മുടെ അശ്വതിയുടെ പനീർ ചില്ലി. കഴിച്ചു നോക്കിയിട്ട് പറയാം. അതെ, എന്റെ ചിക്കൻ കറി. എനിക്ക് വയ്യ, ഇന്ന് ഞാൻ കൊഞ്ച് ഫ്രൈ. ഞാൻ ഈ വീഡിയോ കാണുന്ന അനിയത്തിയുടെ ശ്രദ്ധയ്ക്ക്. എനിക്ക് വയ്യ. ഇന്ന് അശ്വതി രാവിലെ പട്ടിപ്പണിയായിരുന്നു തോന്നുന്നല്ലോ. ഇതെല്ലാം കഴിച്ചു നോക്കിയിട്ട് ഞാൻ ശ്രേയോട് പറയും. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം വീഡിയോയിൽ പറയാനുള്ള അശ്വതിയുടെ വീട്ടിലാ പോകുന്നതെന്നൊക്കെ. ഓക്കെ, ഇന്ന് അശ്വതിയുടെ ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയുന്നതാണ്. നാളെ എവിടെയും പോണ്ട, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ കഴിച്ചിട്ട് കറക്റ്റ് അഭിപ്രായം പറയും കേട്ടോ. കറക്റ്റ് ഒറിജിനൽ അഭിപ്രായം ഞാൻ പറയും. ഞാൻ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവട്ടെ, കറക്റ്റ് അഭിപ്രായം പറയും. അതെ അതെ. അശ്വതിയുടെ ചപ്പാത്തി നമ്പർ 1, അശ്വതിയുടെ ചപ്പാത്തി നമ്പർ 2. അമ്മേ, നല്ല ചൂട്. ഇത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതാ. പനീർ ചില്ലി. പനീർ ചില്ലി. ചിക്കൻ കറി ഉണ്ടാക്കിയോ? അശ്വതി ഒരു സകലകലാ വല്ലഭ തന്നെ. അശ്വതിയുടെ ചിക്കൻ കറിയൊക്കെ കഴിക്കണമെന്ന് ഞാനും ശ്രേയൊക്കെ എത്ര നാളായിട്ട് വിചാരിക്കുന്നു. അതെ, ശ്രേയക്ക് പനി പിടിച്ചോണ്ട് ആ ഭാഗ്യം കിട്ടിയില്ല. പോട്ടെ ശ്രേയ. അതെ ഗൈസ്, അപ്പൊ വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ്. അശ്വതി അവിടെ നിന്ന് കുക്കുംബർ അരിയുകയാണ്. കഴിച്ചു നോക്കിയിട്ട് ഞാൻ ഇപ്പം അഭിപ്രായം പറയും. ഇപ്പം പറയും. കഴിക്കാൻ പോവാണേ. അശ്വതി ഇവിടെ ഒപ്പീരൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ, ചപ്പാത്തി
ചിക്കൻ കറി. ഫസ്റ്റ് ചിക്കൻ കറിയാണേ. സന്തോഷം, ശരിക്കും സന്തോഷമായി. അടിപൊളി ശ്രേയ, അടിപൊളി അടിപൊളി സൂപ്പർ. ശ്രേയ മിസ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് ഞാൻ പനീർ കഴിച്ചു നോക്കാം. ഞാൻ പീസോടെ കഴിച്ചു നോക്കട്ടെ ഞാനുണ്ട്. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. നീ ഒരു സകലകല വല്ലഭ തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വയ്യ, പുറത്തുനിന്ന് ഫാൻസിന് എടുക്കുന്നില്ല. അതെ നമുക്ക് പനീർ കഴിച്ച് നോക്കാം. ഓക്കെ അശ്വതി പനീർ സൂപ്പർ സൂപ്പർ അടിപൊളി വേറെ ലെവൽ. എന്ത് ചെയ്യാൻ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ തല വെച്ചിട്ട്. നമുക്ക് നല്ല ആസ്വദിച്ച് കഴിക്കാം അല്ലേ? ആസ്വദിച്ച് കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ശ്രേയെ വിളിച്ച് പാളി അങ്ങനെ നമ്മൾ ശ്രേയെ വിളിച്ചിരിക്കുകയാണ് ഗൈസ്. അയ്യോ കളഞ്ഞ് മൊത്തം കളഞ്ഞ്. ശ്രേയ നിന്റെ ഇംപ്രഷൻ മൊത്തം പോയി. ശ്രേയെ വിളിച്ചു. ശ്രേയക്ക് നേരിട്ട് വരാൻ പറ്റിയില്ല. എന്താ കാരണം? പനിയാണെന്നൊക്കെ പറയും. അതെ, പെട്ടെന്ന് വന്ന ചില അസുഖങ്ങൾ കാരണം വരാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ വീഡിയോ കോളിലൂടെ വിളിച്ചു. നമുക്ക് അശ്വതിയുടെ റൂം ടൂർ കാണാം. അശ്വതിയുടെ റൂം ഏതാടി? നീ കേറ്. ഞാൻ കേറണോ? നീയല്ലാതെ. അതെ. ഓ ഞാൻ നല്ല വൃത്തിയാക്കി വെക്കത്തോ. നല്ല കുട്ടിയാ. അതിനെ കൊന്ന് ഇടിച്ച് കൊന്ന്. ഇത് ഞാൻ മറ്റേ മുടിയൊക്കെ അയച്ചിട്ട് സ്റ്റൈലായി. ഇത്ര നേരം കൂറലൊക്കെ ഇരുന്നത്. നേരത്തെ ദർശനയാണോ? നീ മുടി കെട്ടിയിടാണ്ട് അഴിച്ചിട്ട് നോക്ക്. മുടി അഴിച്ചിട്ട് അതിന്റെ കാണാൻ അടിപൊളി. മുടി അഴിച്ചിട്ട് അവിടെ ലുക്ക് ആവാൻ നല്ലൊരു അശ്വതിയുടെ സ്റ്റുഡിയോ കളക്ഷൻ. അശ്വതി മറ്റേ ഭ്രാന്തിയെ പോലെ. ഇത് മാങ്ങാമാല, ഇത് നാഗപടമാല. ചെലങ്ക എവിടെ? അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. എടി ഇതില് ഞാനല്ലേ എടി നിക്കുന്നേ. ഇത് കുറെ ചീത്തയായി പോയി. ഇത് ഞാനാ ഗൈസ്. ഇത് ക്ലിയർ ആവില്ല. അതാ ഇത് ഞാനാണ്. ശരി ഇത് ഞാനാ. ഇത് അജന്യ. ഇത് അജന്യ. ഇത് ഇത് അശ്വതി. നോക്കടി ഇതൊക്കെ തലയില് വണ്ണൊക്കെ വെച്ച് നിക്കുന്നത്. സ്പെഷ്യൽ കുട്ടിയാ. ഞാൻ സ്റ്റൈലായിരുന്നു. സൈഡിലോട്ട് മുടിയൊക്കെ ചീവി സ്റ്റൈലായിട്ട് മുടിയൊക്കെ ചീവി ഇങ്ങനെയായിരുന്നു. അശ്വതി മറ്റേ സ്ഥിരം കൊമ്പ് ഹെയർ. ഇത് അജന്യ. വേറെ ആരൊക്കെ ഉണ്ടല്ലോ? സന്മയ ഉണ്ട്. ഇത് സന്മയ. എടി ഈ ഫോട്ടോ അഴുക്കായിട്ട് ഞാൻ എന്ത് പുണ്യ ഭാവനമായിട്ട് സൂക്ഷിച്ചേക്കുന്ന ഫോട്ടോ എന്നറിയാമോ ഇത്? ഐഡിയ അത് ഞാനില്ലേ മറ്റേ ബുക്ക് എടുത്ത് കളയാൻ കൊടുത്തില്ലേ, പഴയ ബുക്ക്, അതിൻ്റെ ഇടയ്ക്ക് ഇരുന്നതാ. ബെസ്റ്റ്. അപ്പൊ ഇനി അതൊന്നും കൂടി റെഡിയാക്കി. അശ്വതിക്ക് കിട്ടിയ ട്രോഫി നോക്കട്ടെ. എനിക്ക് വയ്യ. ചുമ്മാ ഇല്ലപ്പോ നന്ദിയായി. ചുമ്മാ ഇരിക്കുമ്പോ ട്രോഫി കിട്ടുവോ? അതാ എന്തിനായിട്ട് ട്രോഫി ആടി? ഇത് മറ്റേത് ബികോമിന്റെ അതല്ല, മറ്റേത് അവരുടെ റോട്ടറി. ഓ റോട്ടറി. ഇത് പൂട്ട് വിളിച്ച് ബാൽക്കണിയിലോട്ട് പോവുകയാണ്. അതെ. എന്റെ അമ്മേ കൊള്ളാടി. നല്ല എസ്തെറ്റിക് ആയിട്ടുണ്ട്. അതെ അതെ. ചിലന്തിലും മറ്റേ നീ ഇവിടെ വന്നിരിക്കാറുണ്ടോടി? ചിലപ്പോ എണ്ണ തേക്കാറുണ്ട്. എണ്ണ തേക്കാണ് ഓടി. അല്ല മണോ, അത് മണപ്പിച്ച് വെക്കാൻ പോകും. ഏത് പോവാ? ടെറസിലോട്ട് വരുന്നത് ഇപ്പം കാല് പുള്ളി എനിക്കറിയില്ല. മഞ്ഞ പോവാ. വെയിറ്റ് വരുന്നോ?
അതുകൊണ്ട് അശ്വതിയുടെ വീട്ടിലെ ബൊഗെയിൽ വില്ല മരം കണ്ടോ? നല്ല രസമാണ് കാണാൻ. ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നപ്പോഴേ ഇത് കണ്ടു. ശരി, അശ്വതി പറഞ്ഞു അശ്വതിയുടെ വീട്ടിലെ തെങ്ങും കൂടെ വ്ളോഗ് ചെയ്യാൻ. അപ്പം എന്തായാലും തെങ്ങ് എടുക്കുക. ഈ തെങ്ങും കൂടെ എടുക്കാതെ പോയി കഴിഞ്ഞാൽ വിഷമമായാലോ. എടി ഇവിടെ കാല് പൊള്ളിയിട്ട് നിൽക്കാൻ വയ്യ. അശ്വതി ഞങ്ങളിവിടെ കൊണ്ടുവന്ന് വെയിലത്തിട്ട് പുഴുക്കുക. ഫ്രൈ ആയി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ട ഒരാൾ ബുദ്ധിമതി നല്ലോണം തണലത്ത് പോയി നിൽക്കുന്ന ഞാനും നിൽക്കാം. ആഹാ എന്ത് സുഖം. കൊള്ളാം. എന്നിട്ടാണോ ഇനി ഞങ്ങളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? ഗൈസ് എന്നെ ഇവൾ പൂവൊക്കെ വെച്ച് തന്നു. എന്റെ ശ്രേയ കാണിക്കും. ഇച്ചിരി കൊള്ളാം. അശ്വതി എനിക്ക് പൂ വെച്ച് തന്നു ഗൈസ്. എസ്തെറ്റിക് ആയിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോ? ഇവിടെ ആരാണ് ഈ ചെമ്പരത്തിയെ കുറിച്ച് പറയുന്നത്? കാണിക്കാവളെ എന്താ നല്ലതെന്ന്. ആ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ. അടുത്ത വട്ടം വരും. നമുക്ക് പനിയല്ലേ, ഞാൻ കൊണ്ടത് വെച്ച് തരാം. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. ഗൈസ് ഇതാണ് ഇത്ര നേരം മുടിയും പൊക്കി കെട്ടി ഇവിടെ വന്ന് സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് വീഡിയോ എടുക്കാന്ന് പറയാൻ മുടി അഴിച്ചിട്ട് ദർശന സ്റ്റൈലിൽ വന്ന ശ്രേയ. വല്ലപ്പോഴും ആടി ഞാൻ പുറത്തിറങ്ങുന്നത്, വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നതാണ്. അപ്പം ഞാൻ ഇറങ്ങുമ്പോൾ ഇച്ചിരി വൃത്തിക്കും മെനക്കും ഇറങ്ങും. അല്ലേ അശ്വതി? അതെ, വീഡിയോ കോളിലൂടെ ആണെങ്കിലും കുറച്ച് മെനക്ക് നിന്നോട്ടെ. ആ അതെ അതെ, അത് നല്ല. അയ്യോ ആ കൊച്ചാണ്, ഇതൊന്നും മനസ്സിലാവാത്ത. ആൾക്കാർക്ക് ഇത് മനസ്സിലാവാത്ത പോലും. ശരി, ആ ഫോട്ടോ ഞാൻ സൈഡിൽ കാണിച്ചു തരാം. ആ കുട്ടിയാണ് ഇത് എന്ന് പറഞ്ഞ് കാണിച്ചു. കണ്ട അവളെ ചുമക്കുന്നു പറഞ്ഞു. ഇതാണ് ചക്ക. ഐ മീൻ പ്ലാവൻ. എവിടെയാണ് ചക്ക? ചക്ക പിടിച്ചില്ലടി. അത് അച്ഛൻ നേരത്തെ കൊണ്ടുവന്ന് വെച്ചേ. ഈ കഴിഞ്ഞ വർഷം പിടിക്കുമായിരിക്കും, അടുത്ത വർഷം പിടിക്കുമായിരിക്കും. ഈ മാവുണ്ടല്ലേ, ഞാൻ മാങ്ങാണ്ടി തിന്നിട്ട് കുഴിച്ചിട്ട് കിളിച്ചു വന്നേ. എന്ത് പറ്റിയോ? ഏത് മാവ്? ഭയങ്കരം തന്നെ. ബെസ്റ്റ്. മാങ്ങ തേങ്ങ തലേ വീണ തിന്നാ. മാവീന്നോ? മാവിന്ന് തേങ്ങയോ? ഓ ഈ തെങ്ങീന്ന് ഞാൻ വെച്ച് ഇവിടുത്തെ നേരം മാവില് മാങ്ങ ഉണ്ടടി, തേങ്ങ തല വീഴുന്ന ഭാഗ്യം. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ അശ്വതിക്ക് ഒരു മാറ്റവും ഇല്ല. ഈ ചെവി ഇരിക്കുന്ന വൃത്തിയാറുണ്ടാ കുറച്ച് പൂവാക്കാന്ന് വെച്ചോട്ടോ. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞ് മഞ്ഞപ്പൂ, ഏതോ മണമുള്ള മഞ്ഞപ്പൂ ഉണ്ട്, അത് വെച്ചാൽ മതിയെന്ന്. അപ്പൊ അതായിരിക്കും ചെമ്പകം. എന്റെ മനസ്സിൽ മരതകം. എടി അത് മറ്റേ മരതകം. ടാറ്റ പറ. ഓക്കെ ടാറ്റ. ഓക്കെ ബൈ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് റീൽ എടുത്തു. അതിലൊരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലാത്തവർ കണ്ടു നോക്കുക. കുറേ നേരത്തെ കഷ്ടപ്പാടായിരുന്നു ഗൈസ്. ഗൈസ് നമ്മൾ അശ്വതിയുടെ ഫ്രൈഡ് റൈസും ചിക്കൻ സംഭവം കഴിക്കാനായിട്ട് പോവാണ്. അശ്വതി എങ്ങനെയുണ്ട്? അശ്വതി കഴിച്ചിട്ട് അടിപൊളി. അടിപൊളി. എങ്ങനെയുണ്ട്? ഞാൻ കഴിക്കാനായിട്ട് പോകുന്നേ ഉള്ളൂ. നമുക്ക് കഴിക്കാം. കൊള്ളാം. കഴിച്ചിട്ട് വരാം. ഓക്കെ. പിന്നെ നമ്മൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഇരുന്ന് കാണുമായിരുന്നു. ശ്രേയയുടെ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ അശ്വതിയെ കുറേ റോസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്നുകൂടെ ഞങ്ങൾ കണ്ട മൊമെന്റ്സ് ഒക്കെ ഒന്ന് ഓർക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ സത്യം അറിയുന്നത്, അശ്വതി ഇതുവരെ സ്ട്രേഞ്ചർ തിങ്സ് കണ്ടിട്ടേ ഇല്ലാന്ന്. ഒരു കട്ട സ്ട്രേഞ്ചർ തിങ്സ് ഫാനായിട്ടുള്ള ഞാൻ എങ്ങനെ അത് റെക്കമെൻഡ് ചെയ്യാതിരിക്കും? അങ്ങനെ ഞാനത് റെക്കമെൻഡ് ചെയ്തു. അശ്വതിയെ കൊണ്ട് അവിടെ ഫസ്റ്റ് എപ്പിസോഡ് ഇരുത്തി കാണിപ്പിച്ചു. അതിനുശേഷം പിന്നെ അശ്വതി കുളിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇരുന്ന് ബിഗ് ബോസിൻ്റെ ലൈവായിട്ടുള്ള എപ്പിസോഡ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പോവാണ്. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. നിങ്ങളിവിടെ? അതെ, അപ്പോൾ ബസ്സിൽ വെച്ചിന് കാണാൻ പറ്റിയ കാണാം. അപ്പം അശ്വതി ടാറ്റ. അപ്പോൾ നമ്മൾ ബസ്സിൽ എത്തിയിട്ട് അടുത്ത സ്റ്റോപ്പ് എത്തിയിട്ട് വരും. ബൈ.
അശ്വതിക്കും അശ്വതിയുടെ കസിൻ അയനയ്ക്കും ഒക്കെ ടാറ്റ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ കോൺവെന്റ് ജംഗ്ഷനിൽ നിന്ന് ബസ് കയറി ഇറങ്ങി ഇപ്പം എൻ്റെ വീട്ടിലോട്ടുള്ള വഴി കൂടെ നടക്കുകയാണ്. ഡേ സ്പെൻഡ് വെൽ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു ദിവസമായിരുന്നു. ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കി, ഒരുപാട് ചിരിച്ചു, ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു എൻ്റർടൈനിങ് അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.